എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ വർഷ വിജയൻ. നോക്കാം വിശദമായ വാർത്തകൾ. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്തും സെക്സ് റാക്കറ്റും നടത്തിയ കേസിൽ മുഖ്യ സൂത്രധാരൻ അറസ്റ്റിൽ. മാവേലിക്കര സ്വദേശി ബിലാൽ എന്ന ശ്രീകുമാറാണ് അറസ്റ്റിലായത്. യുവതികളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിൽ ബിലാലിന് നിർണായക റോളെന്ന് പോലീസ്. അതേസമയം കേസിലെ ഒന്നാം പ്രതി സിന്ധുവിനെ റിമാൻഡ് ചെയ്തു. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ മുഖ്യ സൂത്രധാരനാണ് അറസ്റ്റിലായ ബിലാൽ എന്ന ശ്രീകുമാർ. പെൺകുട്ടികളുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പിടികൂടിയത്. യുവതികളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിൽ ബിലാലിന് നിർണായക റോളെന്ന് പോലീസ് പറയുന്നു. പിടിയിലായ സിന്ധുവും ബിലാൽ എന്ന ശ്രീകുമാറും തമ്മിൽ അടുത്ത ബന്ധമെന്നും പോലീസ് കണ്ടെത്തി. പ്രതിപ്പട്ടികയിൽ പുറത്തുള്ളയാളാണ് ബിലാൽ എന്ന ശ്രീകുമാർ. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 4 അതേസമയം കേസിലെ ഒന്നാം പ്രതി സിന്ധുവിനെ ജൂൺ 4 വരെ റിമാൻഡ് ചെയ്തു. കേസിൽ പ്രതികൾക്ക് ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സിന്ധുവിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നത് വഴി കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തിക്കാനാകുമെന്നാണ് പോലീസ് പറയുന്നത്. നാളെ പ്രതി ജാമ്യാപേക്ഷ സമർപ്പിക്കും. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും സിന്ധു കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഇടപാടുകാർക്ക് സിന്ധു വാട്സ്ആപ്പ് വഴി അയച്ചു കൊടുക്കുകയും വിലപേശൽ നടത്തുകയും ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടുകളും 24 പുറത്തുവിട്ടു. സമൂഹ മാധ്യമങ്ങളിലെ തെറ്റായ പ്രചരണത്തിനെതിരെ പരാതിക്കാരി രംഗത്തെത്തി. വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. കേസന്വേഷണം ശരിയായ ദിശയിലെന്ന പരാതിക്കാരി 24-നോട്. ഇപ്പോഴത്തെ പോലീസ് അന്വേഷണത്തിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അറസ്റ്റിലായവരുമായി ബന്ധമുള്ള ആളുകൾ വന്ന് സോഷ്യൽ മീഡിയയിലെ വെല്ലുവിളി നടത്തുന്നുണ്ട്. അതെനിക്ക് വളരെയധികം വിഷമവുമുണ്ട്, ആശങ്കയുണ്ട്. കേസിലെ 1, 3, 4 പ്രതികളാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. 3 പേരും റിമാൻഡിൽ കഴിയുകയാണ്. 2, 5 പ്രതികൾ വിദേശത്താണ്. ഇവരെ നാട്ടിലെത്തിക്കുവാനുള്ള നടപടികളും പോലീസ് തുടങ്ങി. 24 കൊച്ചി. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ചതിൽ അടിയന്തര റിപ്പോർട്ട് തേടിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ ആശ്വാസം പകർന്നതാണെന്ന് കുടുംബം പ്രതികരിച്ചു. ഗൂഢാലോചനയിൽ പങ്കാളികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തുടരന്വേഷണം വേണമെന്ന ആവശ്യവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. രണ്ട് ദിവസം മുൻപാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ ഒന്നാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ 5 പ്രതികൾക്ക് 15 മുതൽ 20 ദിവസം വരെ പരോൾ ലഭിച്ചത്. കൊലപാതകം നടന്ന കല്ലോട്ട് പ്രദേശം ഉൾക്കൊള്ളുന്ന ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് പ്രവേശിക്കരുതെന്ന വ്യവസ്ഥകളോടെയായിരുന്നു മുൻപ് പരോളെങ്കിൽ ഇത്തവണ അതിലും മാറ്റം വന്നു. മാനദണ്ഡങ്ങൾ ഒന്നുമില്ലാതെയാണ് കൂട്ടപ്പരോൾ അനുവദിച്ചതെന്നും ഇത് നീതീകരിക്കാൻ ആവില്ലെന്നുമായിരുന്നു ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബത്തിന്റെ പ്രതികരണം. പിന്നാലെയാണ് പരോൾ അനുവദിച്ച സംഭവത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. ആഭ്യന്തര വകുപ്പിന്റെ സംയോജിത ഇടപെടൽ ആശ്വാസം പകരുന്നതാണെന്ന് ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ പറഞ്ഞു. അത് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യമാണ്. കാരണം ഇതുപോലുള്ള നീചപ്രവൃത്തികൾ ചെയ്യുന്നവർക്കെതിരെ എന്തടിസ്ഥാനത്തിലാണ്, ഇതിൻ്റെ ഏത് മാനദണ്ഡ പ്രകാരമാണ് ഇതൊക്കെ ഈ പരോളൊക്കെ കൊടുത്തിരിക്കുന്നതെന്നൊക്കെ അറിയാൻ സാധിക്കുമല്ലോ. അത് തന്നെ ഇത്രയും പെട്ടെന്ന് ആഭ്യന്തര വകുപ്പ് ഇടപെട്ടത് തന്നെ ഞങ്ങൾക്ക് കുടുംബത്തിനും നാട്ടുകാർക്കും എല്ലാം വലിയൊരു ആശ്വാസമായിട്ടുണ്ട്. കൊലപാതകത്തിലെ ഗൂഢാലോചന നടത്തിയവർ ഇപ്പോഴും വെളിയിലുണ്ടെന്നും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് തുടരന്വേഷണം വേണമെന്ന ആവശ്യവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കുമെന്നും കുടുംബം അറിയിച്ചു. 24 കാസർഗോഡ്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ചതിൽ അടിയന്തര റിപ്പോർട്ട് തേടിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ ആശ്വാസം പകരുന്നതാണെന്ന് കുടുംബം പ്രതികരിച്ചു. ഗൂഢാലോചനയിൽ പങ്കാളികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തുടരന്വേഷണം വേണമെന്ന ആവശ്യവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. എറണാകുളം മലയിടം തുരുത്തിലെ ഭൂമി ഒഴിപ്പിക്കൽ ശനിയാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്ന് കോടതി ഉത്തരവ്. പെരുമ്പാവൂർ മുനിസിഫ് കോടതിയാണ് ഉത്തരവിറക്കിയത്. അതേസമയം പോലീസ് നടപടികളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആഭ്യന്തര സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കുടിയൊഴിപ്പിക്കുന്നതിനെതിരായ പ്രതിഷേധത്തിൽ 50ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അവർ പറയുന്നത് നേരെ പോലീസ് അടിച്ചു, മർദ്ദിച്ചു, ചിലരെ ചവിട്ടി, ചിലരിപ്പോൾ ആശുപത്രിയിലാണ്. കുട്ടികളുടെ തന്നെ വല്ലാതെ ഭയപ്പെട്ട സാഹചര്യം ഉണ്ടായി. ഞങ്ങൾക്ക് കിടക്കാൻ കിടപ്പാടം വേണം. എല്ലാവർക്കും ഉണ്ട്, ഒപ്പുണ്ട് കേട്ടോ. ഇന്നലെ ഞങ്ങൾക്കൊന്നും അനങ്ങാൻ പറ്റുന്നില്ല, ശ്വാസം പോലെ എടുക്കാൻ പറ്റുന്നില്ല. മേലൊക്കെ വേദന എടുത്തിട്ട് പോലീസുകാർ പിടിച്ച് വലിച്ച്
ഇന്നലെ ഉച്ചയോടെ കിഴക്കമ്പലം പാരിയത്തുകാവിൽ അപ്രതീക്ഷിതമായുണ്ടായ പോലീസ് നടപടികളുടെ ഞെട്ടലിൽ നിന്ന് ഈ ജനത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. സാരമായി പരുക്കേറ്റ ചന്ദ്രൻ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. അതിനിടയിലാണ് വീണ്ടും ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടക്കുന്നത്. ശനിയാഴ്ചയ്ക്കകം ഒഴിപ്പിക്കൽ പൂർത്തിയാക്കണമെന്നാണ് മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. ഇന്നലെ ആരംഭിച്ച നടപടിക്രമങ്ങൾ വിശദീകരിച്ച് അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാൽ കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ സർക്കാർ ഇടപെടൽ അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. തുടർന്നാണ് കോടതി ഉത്തരവ്. വിഷയത്തെ UDF സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് CPIM. ഗവൺമെന്റ് മാറി എന്നതിന്റെ പേരിൽ മാത്രം ബലം പ്രയോഗിച്ചുകൊണ്ട് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നേരെ കുടിയിറക്കാം എന്നാണ് കരുതിയെങ്കിൽ ഈ ജനകീയമായിട്ടുള്ള മുന്നേറ്റം അത്തരത്തിലുള്ള ഒരു നടപടിയും അനുവദിക്കില്ല എന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച് തടിയിട്ടപ്പറമ്പ് പോലീസ് പ്രതിഷേധം സംഘടിപ്പിച്ച കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ നടന്ന പോലീസ് നടപടികളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആഭ്യന്തര സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. 24 കൊച്ചി. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്ത്. നിർണായക മത്സരത്തിൽ ഗുജറാത്തിനോട് 89 റൺസിന് തോറ്റു. 230 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ 140-ന് ഓൾ ഔട്ടായി. And an absolute beauty. There's a big appeal. They did go with everything they had, but all out for 140. And they'll be hoping, of course, that they will be back here next Sunday. Not this Sunday, the following Sunday for the final. അനിൽ വാസുദേവ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനിൽ, നിർണായക മത്സരത്തിൽ ഗുജറാത്തിനോട് തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എങ്ങനെ? വർഷ ആ തോൽവി അതിനോടുകൂടി തന്നെ ചെന്നൈ ഇത്തവണത്തെ IPL-ൽ പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുകയാണ്. ഈ മത്സരത്തിൽ വലിയൊരു വിജയം തന്നെ വേണമായിരുന്നു പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താനായിട്ടുള്ളത്. പക്ഷേ അതിന് സാധിച്ചില്ല. 230 എന്ന കനത്ത വിജയലക്ഷ്യം മുന്നോട്ട് വെച്ചപ്പോൾ അത് 17 ഓവറിൽ അടിച്ചെടുക്കണമായിരുന്നു ചെന്നൈക്ക്. പക്ഷേ നേരിട്ട് ആദ്യ പന്തിൽ തന്നെ മലയാളി താരം സഞ്ജു സാംസൺ ഗോൾഡൻ ഡക്കായി. അതിന് പിന്നാലെ വന്നവരൊക്കെ തന്നെ ബാറ്റ് കൊണ്ട് കാര്യമായി സംഭാവന ചെയ്യാതോടുകൂടി ചെന്നൈ തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. ആകെ ശിവൻ ദൂബെയും ഒപ്പം തന്നെ മാത്യു ഷോട്ടും മാത്രമാണ് എന്തെങ്കിലും ഒരു എന്ന് പറയാൻ കഴിയുള്ളൂ. മാത്യു ഷോട്ട് 24-ഉം ശിവൻ ദൂബെ 47 റൺസ് എടുത്തു. സഞ്ജു സാംസൺ ഗോൾഡൻ ഡക്കായപ്പോൾ ഉർവിൽ പട്ടേൽ 2 പന്ത് നേരിട്ട് 0-ന് പുറത്തായി. ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് 7 പന്തിൽ 16 റൺസ് എടുത്തും പുറത്തായി. കാര്യമായി ആ നിരയിൽ ഡെവാൾ ബ്രവിസ് അടക്കം 8 റൺസിന് പുറത്തായി. അതിനടക്കം ആർക്കും തന്നെ കാര്യമായി ഒരു സംഭാവന ചെയ്യാൻ സാധിച്ചില്ല. ഒരു നിർണായക മത്സരത്തിൽ കളിക്കേണ്ട കളിയാണോ ചെന്നൈ കളിച്ചത് എന്ന ആരാധകർക്ക് പോലും തോന്നുന്ന ഒരു മത്സരമായിരുന്നു ഉണ്ടായത്. എന്തായാലും ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്ന സീസണാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു സ്ഥിരത ടൂർണമെന്റിൽ ഉണ്ടായിരുന്നില്ല. ആകെ സഞ്ജു സാംസന്റെ ചില ഒറ്റയാൾ പ്രകടനങ്ങളും ഒപ്പം തന്നെ സഞ്ജുവിന്റെ 2 സെഞ്ചുറിയും അതിനപ്പുറം ഈ സീസണിൽ ഒന്നും ഓർത്തു വെക്കാനുള്ള, അതിനപ്പുറം അവർ എല്ലാ വർഷവും കാത്തിരിക്കാനുള്ള തല ധോണിയെ ഈ സീസണിൽ ഒറ്റ മത്സരത്തിൽ പോലും ധോണിക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നതും മറ്റൊരു സങ്കടമായി നിൽക്കുന്നു. ധോണിയുടെ പരുക്കാണ് ധോണിക്ക് തിരിച്ചടിയായി. എന്തായാലും ധോണി ഈ സീസണിലൊടുവിൽ ഇനി വിരമിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. അടുത്ത സീസണിന് ഉണ്ടാകുമോ എന്നതും അറിയില്ല. അടുത്ത സീസണിലെ ഒരു മത്സരമെങ്കിലും കളിച്ച് ധോണി വിരമിക്കാനായിരിക്കും ഇനി ആരാധകർ ആഗ്രഹിക്കുന്നത്. ഇതോടുകൂടി വളരെ രസകരമായ ഒരു കമന്റ് കൂടി വരുന്നത്, അല്ലെങ്കിൽ ഒരു കൗതുകം കൂടിയുള്ളത്, മുംബൈക്കും ചെന്നൈക്കും 5 കിരീടങ്ങൾ വീതമാണ്. മുംബൈ നേരത്തെ തന്നെ പ്ലേ ഓഫ് കാണാതെ പുറത്തായിരുന്നു. ഇപ്പോൾ ചെന്നൈ കൂടി പുറത്തായതോടുകൂടി 6ാം കിരീടമെന്ന നേട്ടത്തിലേക്ക് ഇരുവർക്കും ഈ സാധ്യത ഇത്തവണ ഈ സീസൺ സാധിക്കില്ല. അടുത്ത സീസണിൽ ഈ 2 ജയൻ ടീമുകൾ വീണ്ടും 6ാം കിരീടമെന്ന ലക്ഷ്യത്തോടുകൂടി വീണ്ടും പോരാടും എന്നുള്ളതാണ് ഇതിൽ കമന്റുകളൊക്കെ തന്നെ പ്രധാനമായും വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ചെന്നൈ ആരാധകർക്ക് നിരാശയുടെ ദിനം. അവർ പ്ലേ ഓഫ് കാണാതെ പുറത്തായിരിക്കുന്നു. ശരി, അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഡൽഹിയിൽ വിമാന എഞ്ചിനിൽ തീപ്പൊരി കണ്ടെത്തിയതിനെ തുടർന്ന് എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി ഇറക്കി. ബംഗളൂരുവിൽ നിന്നും ഡൽഹിയിലേക്കുള്ള A12802 വിമാനമാണ് അടിയന്തരമായി ഇറക്കിയത്. യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ബൽറാം നെടുങ്കാടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ബൽറാം, എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ സാങ്കേതിക തകരാർ? എയർ ഇന്ത്യ ഇതിലേതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകിയോ? വർഷ, ഡൽഹി വിമാനത്താവളത്തിൽ ഇന്ന് അല്പസമയം മുമ്പ് രാത്രി 9:30 ഈ സംഭവം ഉണ്ടായത്. ബംഗളൂരുവിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട വിമാനം AI2802 വിമാനത്തിലാണ് പൂർണ്ണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് നിലത്തിറക്കിയത്. റൺവേ 29/6 വിമാനം സുരക്ഷിതമായി ഇറക്കി. തുടർന്ന് വിമാനത്തിൽ നിന്നും യാത്രക്കാരെ പുറത്തിറക്കി പരിശോധനകൾ നടത്തി വരികയാണ്. വിമാനത്തിന്റെ സുരക്ഷിതമായി തന്നെ ഇറക്കാൻ കഴിഞ്ഞതായും യാത്രക്കാരും ജീവനക്കാരും
സുരക്ഷിതരാണ് എന്നുമാണ് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നത്. യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണ് എന്നാണ് എയർ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. സമൂഹ മാധ്യമത്തിൽ തരംഗമായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചു. തങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ BJP-യേക്കാൾ സ്വീകാര്യത ലഭിച്ചതാണ് നടപടിക്ക് കാരണമെന്ന് സംഘാടകർ ആരോപിച്ചു. പിന്നാലെ കോക്രോച്ചേഴ്സ് ബാക്ക് എന്ന പേരിൽ പുതിയ അക്കൗണ്ട് ആരംഭിച്ചു. നിയമപരമായ ആവശ്യത്തെ തുടർന്ന് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ട് ഇന്ത്യയിൽ മരവിപ്പിച്ചെന്ന് മാത്രമാണ് എക്സിന്റെ വിശദീകരണം. എന്നാൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ചർച്ച ചെയ്തതെന്നും ഇതാണോ ജനാധിപത്യമെന്നും CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും അഭിജിത് ദീപ്കെ പങ്കുവച്ചു. हेलो एवरीबॉडी, जिसका डर था वही हुआ. पहले इन लोगों ने हमारा अकाउंट हैक करने को ट्राई करा. जब इनसे हैक नहीं हुआ तो अब इन्होंने हमारा ट्विटर हैंडल इंडिया में बंद कर दिया है, बैन कर दिया है. अब सभी लोग देख सकते हैं ट्विटर पर जाकर कि हमारा कॉकरोच जनता पार्टी का ऑफिशियल ट्विटर हैंडल अभी इंडिया में नहीं दिख रहा है किसी को भी. പൂട്ടിയ അക്കൗണ്ടിന് പകരം കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിൽ പുതിയ അക്കൗണ്ട് ആരംഭിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് യുവാക്കളെ പാർട്ടികളോട് ഉപമിച്ചതിൽ പ്രതിഷേധിച്ചാണ് CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചത്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ വൻ ജനപിന്തുണയാണ് CJPക്ക് ലഭിച്ചത്. BJPയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജിന് 80 ലക്ഷം ഫോളോവേഴ്സ് ഉള്ളപ്പോൾ 4 ദിവസം കൊണ്ട് 1 കോടിയിലധികം പേരാണ് CJPയുടെ പേജ് ഫോളോ ചെയ്യുന്നത്. 24 ഡൽഹി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വീഴ്ച സംബന്ധിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ചോദ്യപേപ്പർ ചോർച്ച പരീക്ഷയുടെ വിശ്വാസ്യതയെ ബാധിച്ചെന്ന് NTA പാർലമെന്ററി സമിതിക്ക് മുന്നിൽ അറിയിച്ചു. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം ഊർജിതമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്ററി സമിതിക്ക് മുൻപിലാണ് പരീക്ഷ നടത്തിപ്പിൽ വീഴ്ച പറ്റിയെന്ന NTA തുറന്നു പറച്ചിൽ. പരീക്ഷയുടെ വിശ്വാസ്യതയെ ചോദ്യപേപ്പർ ചോർച്ച ബാധിച്ചുവെന്ന് NTA ഉദ്യോഗസ്ഥർ അറിയിച്ചു. തുടർച്ചയായി ഉണ്ടാകുന്ന ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്ററി സമിതി അതൃപ്തി രേഖപ്പെടുത്തി. ഈ കാര്യത്തിൽ NDAക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ പരീക്ഷാ നടപടിക്രമങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന തരത്തിൽ ഈ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് സമ്മതിക്കുകയുണ്ടായി. ആ കാര്യത്തിൽ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പേഴ്സും അതൃപ്തി രേഖപ്പെടുത്തുകയും ഇക്കാര്യത്തിൽ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിലുള്ള വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും പാർലമെന്ററി സമിതിയോട് പറഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇത്തരം സാഹചര്യങ്ങളെ വിലകുറച്ച് കണ്ടതിൽ സമിതിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി. ഉന്നതാധികാരികൾ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ മനോജ് ഷിരോളെ എന്നയാളെ മഹാരാഷ്ട്രയിൽ നിന്ന് CBI കസ്റ്റഡിയിലെടുത്തു. ചോദ്യപേപ്പർ വാങ്ങിയതിലും വിതരണം ചെയ്തതിലും ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് CBIയുടെ കണ്ടെത്തൽ. 24 ഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി വിലയിരുത്താൻ ഏരിയ കമ്മിറ്റികൾക്ക് ചോദ്യാവലി നൽകി CPIM. തോൽവിയുടെ വിവിധ കാരണങ്ങളിലേക്ക് എത്താനാകുന്ന 34 ചോദ്യങ്ങളാണ് ഏരിയ കമ്മിറ്റികൾക്ക് നൽകിയിരിക്കുന്നത്. ഉത്തരം കണ്ടെത്തി പാർട്ടിയുടെ സംസ്ഥാന സെന്ററിനെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ഇന്നു മുതൽ ഏരിയ കമ്മിറ്റി യോഗങ്ങൾ തുടങ്ങുന്നതിന് മുന്നോടിയായാണ് CPIM വിശദ ചോദ്യാവലി നൽകിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി അപ്രതീക്ഷിതമായിരുന്നുവെന്ന ആമുഖത്തോടെയാണ് ചോദ്യാവലി തുടങ്ങുന്നത്. തിരിച്ചടി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഏരിയ കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുന്നതെന്നും ആമുഖത്തിൽ പറയുന്നുണ്ട്. ലോക്സഭ, തദ്ദേശ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് കണക്ക് വ്യക്തമാക്കണമെന്നതാണ് ആദ്യത്തെ 3 ചോദ്യങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വോട്ടും ലഭിച്ച വോട്ടും എത്ര, വോട്ട് കുറയാനോ കൂടാനോ ഇടയായ കാരണങ്ങൾ എന്തൊക്കെ എന്ന ചോദ്യങ്ങളും ചോദ്യാവലിയിൽ കാണാം. പരാജയ കാരണങ്ങൾ എന്തൊക്കെ, അത് ഏരിയ തലത്തിൽ പ്രതിഫലിച്ചതെങ്ങനെ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒപ്പം നിന്നോ, പുതിയ തലമുറ തെരഞ്ഞെടുപ്പിനോട് കാണിച്ച സമീപനം എന്ത് എന്നിവയും ചോദിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ കീഴ്ഘടകങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയുള്ള ചോദ്യങ്ങളും ചോദ്യാവലിയിൽ കാണാം. നേരത്തെ തദ്ദേശ തോൽവിക്ക് ശേഷവും കീഴ്ഘടകങ്ങൾക്ക് ചോദ്യാവലി നൽകി CPIM വിവരശേഖരണം നടത്തിയിരുന്നു. 24 തിരുവനന്തപുരം. തിരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങളിൽ ഉയർന്ന വിമർശനങ്ങൾ ഉൾക്കൊള്ളുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിമർശനത്തിന് അതീതരായ ആരുമില്ലെന്നും തെറ്റുതിരുത്തലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കടമയും ഉത്തരവാദിത്വമെന്നും സംസ്ഥാന സെക്രട്ടറി അംഗം MV ജയരാജൻ പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യുന്ന CPIM കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ തുടങ്ങും. CPIM ജില്ലാ നേതൃയോഗങ്ങളിൽ പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരായ കടുത്ത വിമർശനം തുടരുകയാണ്. വിമർശനങ്ങൾ ഉൾക്കൊള്ളുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയത് പുനഃപരിശോധിക്കില്ല. അതിൽ ഞങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റി ഏകണ്ഠമായിട്ടാണ് ആരായിരിക്കണം പ്രതിപക്ഷ നേതാവ് എന്ന് ചർച്ച ചെയ്തപ്പോൾ സഖാവ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വരട്ടെ എന്ന് തീരുമാനിച്ചത്. ഒരു പുനഃപരിശോധിക്കണം ആര് പറഞ്ഞു ഞങ്ങൾ പറയുന്നത്? തെറ്റുതിരുത്തലാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കടമയും ഉത്തരവാദിത്വവുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ.
കമ്മ്യൂണിസത്തിൽ വിമർശനത്തിന് അതീതരായി ആരുമില്ല. തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണമെന്നും MV ജയരാജൻ. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് വിമർശനത്തിന് അതീതരായി ആരും ഇല്ല, വിമർശനം മാത്രമാണ്. അതോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാർ സ്വയം വിമർശനം നടത്തേണ്ടതുണ്ട്. കൽപ്പറ്റയിൽ ടി സിദ്ദിഖിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ വിശ്വാസയോഗ്യത ഇല്ലാത്തതെന്ന് CPIM വയനാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. ടൗൺഷിപ്പ് ഉദ്ഘാടന പരിപാടി പാർട്ടി പരിപാടിയാക്കി മാറ്റി. പാർട്ടി ജില്ലാ സെക്രട്ടറി SFI നേതാവല്ല എന്ന് ഓർക്കണമെന്നും സെലിബ്രിറ്റികൾ വരുമ്പോൾ റീൽസ് എടുക്കലല്ല സംഘടനാ പ്രവർത്തനമെന്നും ജില്ലാ സെക്രട്ടറി K റഫീഖിനെതിരെ വിമർശനമുയർന്നു. 24 ഡൽഹി. LDFന്റെ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം പിണറായി വിജയന് മാത്രമല്ലെന്ന് CPIM നേതാവ് EP ജയരാജൻ. പിണറായി വിജയൻ പവർഫുൾ ആണെന്നും പ്രായം കൂടുന്തോറും കർമ്മശേഷി കൂടുകയാണെന്നും EP ജയരാജൻ പറഞ്ഞു. KK ശൈലജയെ പേരാവൂരിൽ നിർത്തി തോൽപ്പിച്ചു എന്നുള്ളത് തെറ്റായ പ്രചാരണമാണെന്നും EP ജയരാജൻ പറഞ്ഞു. ഈ പ്രായത്തിലും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കർമ്മത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കും. ആ പവർഫുൾ ലീഡർഷിപ്പ് നിങ്ങൾക്ക് കഴിയോ? ആ പവർഫുൾ ലീഡർഷിപ്പാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഉന്നതനായ രാഷ്ട്രീയ നേതാവ്. അദ്ദേഹത്തിന് പകരം വെക്കാൻ ആരാ ഉള്ളത് ഇന്ന് കേരളത്തിൽ? 16ാം കേരള നിയമസഭയുടെ സ്പീക്കറെ നാളെ അറിയാം. UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകുമെന്ന് ഉറപ്പായി. AC മൊയ്തീനാണ് LDFന്റെ സ്ഥാനാർത്ഥി. ചരിത്രത്തിൽ ഇതാദ്യമായി കേരള നിയമസഭയിൽ BJPക്കും സ്പീക്കർ സ്ഥാനാർത്ഥിയുണ്ട്. BB ഗോപകുമാറാണ് സ്ഥാനാർത്ഥി. നാളെ രാവിലെ 9-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. 102 അംഗങ്ങൾ ഉള്ളതിനാൽ UDFന് ജയം ഉറപ്പ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16ാം കേരള നിയമസഭയുടെ നാഥനായി തെരഞ്ഞെടുക്കപ്പെടും. PK കുഞ്ഞാലിക്കുട്ടിക്ക് ശേഷം നിയമസഭയിൽ ഏറ്റവും അനുഭവപരിചയമുള്ള അംഗമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മുൻമന്ത്രിയും കുന്നംകുളം MLAയുമായ AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. ചരിത്രത്തിലാദ്യമായി 3 അംഗങ്ങളെ വിജയിപ്പിച്ച BJPയും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ചാത്തന്നൂരിൽ നിന്ന് ചരിത്ര ജയം നേടിയ BB ഗോപകുമാറാണ് സ്പീക്കർ സ്ഥാനാർത്ഥി. കേരള രാഷ്ട്രീയത്തിന് ചരിത്രത്തിൽ ആദ്യമായി BJPന്റെ ഒരു സ്പീക്കർ സ്ഥാനാർത്ഥി ഉണ്ടാവും. ശ്രീ ഗോകുമാർജി ആയിരിക്കും ഞങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. അടുത്ത മാസം 1-ന് രാവിലെയാകും ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. UDFന്റെ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെങ്കിലും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് LDF തീരുമാനിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി VD സതീശൻ നാളെ ഡൽഹിയിലെത്തുന്ന മുഖ്യമന്ത്രി AICC നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നതും പരിഗണനയിലുണ്ട്. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്ത് അക്കാദമിക് മികവിനൊപ്പം പ്രായോഗിക പരിശീലനവും ഉറപ്പാക്കാൻ മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് നോയിഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 100X സ്കൂളുമായി ചേർന്നാണ് പ്രത്യേക ആഡ് ഓൺ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഇരു സ്ഥാപനങ്ങളും ഒപ്പുവെച്ചു. മീറ്റ് സെലിവേറ്റ് അറ്റ് 100X കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കായാണ് നടത്തുന്നത്. കമ്പ്യൂട്ടർ സയൻസ്, AI, സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 120 വിദ്യാർത്ഥികൾക്ക് പ്രോഗ്രാമിൽ പ്രവേശനം ലഭിക്കും. 100X സ്കൂൾ സ്ഥാപകനും കോഡിംഗ് വിദഗ്ധനുമായ ഹർക്കിരാജ് സിംഗ് മേൽനോട്ടം വഹിക്കും. നോയിഡയിലെ സ്കൂളിൽ 2 മാസം താമസിച്ച് നേരിട്ട് പരിശീലനം നേടാനും സൗകര്യമുണ്ടാകും. മിറ്റ്സ് എലിവേറ്റഡ് 100X പ്രോഗ്രാമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പും നൽകുമെന്ന് മുത്തൂറ്റ് ഗ്രൂപ്പ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ ഈ വർഷം ഈ 2026 നമ്മളെ ജോയിൻ ചെയ്യുന്ന കുട്ടികളിൽ നിന്ന് 120ഓളം കുട്ടികളെ 360 സീറ്റുകളിൽ നിന്ന് 120ഓളം കുട്ടികൾക്കാണ് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ JEE ആസ്പിറൻസ് they probably just missed the bus in an IIT, or they just missed the bus in a BITS Pilani, or they just missed them in an NIT Calicut, or NIT, some of the best NITs in the country. അവർ ആസ്പിറേഷനിലാണ്, അവർക്കും ആഗ്രഹങ്ങളുണ്ട്. അവരുടെ പേരൻസിനും നമ്മുടെ കുട്ടികളെ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാൻ പ്രാപ്തരാക്കാൻ അല്ലെ അവർക്ക് ഒരു ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ട് സൃഷ്ടിച്ചുകൂടാ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ബൈ ദ ടൈം ദേ കംപ്ലീറ്റ് ദെയർ നോർമൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം, ദേ വിൽ ഹാവ് അമേസിംഗ് ഓപ്പർച്യൂണിറ്റീസ് വെയിറ്റിംഗ് ഫോർ ദം. അവരെ ഒരു ഇൻഡസ്ട്രി റെഡി ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പുറത്തിറക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലൂടെയാണ് തുടങ്ങിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.